വി പി പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിന്ന് അനുസരിക്കാന്ന് പറഞ്ഞു എന്നുള്ളത് നേരം. പക്ഷെ എന്റെ സമ്മതമില്ലാതെ വി പി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നോക്കാപ്പോ, ഇത് ഞാൻ എടുത്തൊരു തീരുമാനമല്ല. പിന്നെ ഇന്ദിരാമ്മയോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഡോക്ടറുമായി ഒന്നുകൂടി നമ്മൾ ഈ കാര്യം സംസാരിക്കുന്നു. നീ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം, എങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് എന്താ തെറ്റ്? അപ്പോ ഒരിക്കൽ നിന്നെ എനിക്കും ഗീതയ്ക്കും കൈവിട്ടു പോയതാ. അവിടുന്ന് ഈശ്വരാനുഗ്രഹം കൊണ്ട് നീ തിരിച്ചു വന്നു. ഞങ്ങളോടൊപ്പം നിനക്കിഷ്ടപ്പെട്ട ജെൻഡറിൽ ജീവിക്കാൻ നീ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് എല്ലാ പിന്തുണയും നൽകി ഞാനും ഗീതയും ഒപ്പം നിൽക്കുന്നു. ചില സാഹചര്യങ്ങളുടെ പേരിൽ തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് നിന്നെ ഇവിടുന്ന് മാറ്റി നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ അതിന്റെ അർത്ഥം നിന്നെ പിരിഞ്ഞു കഴിയണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതല്ല. അപ്പോ നിന്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. നിന്റെ ആ മാറ്റം അച്ഛനും അമ്മയുമായ ഞങ്ങൾക്കൊപ്പം നീ ഉള്ളപ്പോൾ തന്നെ വേണമെന്ന് ഞാനും ഗീതയും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. പക്ഷെ വി പി, ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്നൊരു ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പ്ലാൻഡ് ആണ്. അത് ഒഴിവാക്കാനാണ് വി പി ശ്രമിക്കുന്നെങ്കിൽ... ഇല്ലില്ല, നിന്റെ ഇഷ്ടം ഇവിടുന്ന് പോകാനാണെങ്കിൽ ആയിക്കോളും. പക്ഷെ അതിനു മുമ്പ് അച്ഛനും അമ്മ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ചില ആഗ്രഹങ്ങളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ ഉണ്ട്. അപൂർവ എന്ന പെൺകുട്ടിയിൽ നിന്ന് നീ ഒരു ആൺകുട്ടിയായി ട്രാൻസ്ഫോം ചെയ്യുന്നതിന്റെ തുടക്കം അത് ആധികാരികമായി ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമ്പോൾ തന്നെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ? അപ്പോൾ പോയേ പറ്റൂ എന്ന് നിനക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോളൂ. പക്ഷെ അതിനു മുമ്പ് ട്രീറ്റ്മെന്റ് ഇവിടെ വെച്ച് തന്നെ തുടങ്ങാലോ. ബാംഗ്ലൂരിൽ നിനക്ക് അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. അരവിന്ദ് ഡോക്ടർ നീയും കൂടി കേൾക്കുകയല്ലേ അങ്ങനെ പറഞ്ഞത്. ഒന്നുമില്ലെങ്കിലും നിന്റെ ഈ മാറ്റത്തിന് തുടക്കം കുറിക്കാനെങ്കിലും ഞങ്ങളൊപ്പം ഉണ്ടായല്ലോ എന്നൊരു സമാധാനം എനിക്കും ഗീതയ്ക്കും കിട്ടുമല്ലോ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല. നിന്റെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാം. ജീവിതത്തിൽ പാർട്ട്ണറാക്കാൻ തീരുമാനിച്ചിരുന്ന ആള് നഷ്ടപ്പെട്ടതിന്റെ വേദന എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഇനി അതൊക്കെ പറഞ്ഞ് നീ ട്രീറ്റ്മെന്റ് വഹിക്കുന്ന മണ്ടത്തരാണെന്നേ ഞാൻ പറയും. ഞങ്ങളുടെ ആഗ്രഹത്തെക്കാൾ ഉപരി നിന്നെയാണ് അത് ബാധിക്കുന്നത്. അങ്ങനെ എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത്. പ്ലീസ് അപ്പോ നീ അത് മനസ്സിലാക്ക്. കഴിയുമെങ്കിൽ ഇനിയും വെച്ച് താമസിപ്പിക്കാതെ ഇന്ന് തന്നെ നമുക്ക് തുടങ്ങി വെക്കാന്നേ. ഞങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ അപ്പോ, നീ ഒന്ന് മനസ്സിലാക്ക്. എന്താ പോ, സമ്മതല്ലേ? ട്രീറ്റ്മെന്റ് കാര്യത്തിൽ അപ്പുവിനേക്കാൾ കൂടുതൽ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ മിസ്റ്റർ പണിക്കർക്കാണല്ലോ. അപ്പുവിന് അങ്ങനെ തോന്നുന്നില്ലേ? അല്ല ഡോക്ടർ, ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാ, ഇപ്പോ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റിയൊരു കണ്ടീഷനാണോ അപ്പുവിന്റെ എന്നറിയാൻ വേണ്ടിയാ. മിസ്റ്റർ പണിക്കർ, ആ കാര്യത്തിൽ അന്ന് പറഞ്ഞ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ഈ നിമിഷം മുതൽ വേണമെങ്കിലും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ബട്ട് ഓൺ വൺ കണ്ടീഷൻ. മറ്റാരുടെയും നിർബന്ധമോ സമ്മർദ്ദമോ ഇല്ലാതെ പേഷ്യന്റെ പൂർണ്ണ മനസ്സോടെയുള്ള കൺസെന്റ് എനിക്ക് ആവശ്യമാണ്. അതുണ്ടെങ്കിൽ പിന്നെ യാതൊരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. എന്തു പറയുന്നു അപ്പു? എനിക്ക് സമ്മതമാണ് ഡോക്ടർ. ഓക്കെ, നല്ല തീരുമാനമാണ് അപ്പു. അപ്പോ നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡോക്ടർ, അതിനു മുമ്പ് ഒരു കാര്യം അറിഞ്ഞുകൊള്ളാന്നുണ്ട്. യെസ്, പറയൂ. അധികം വൈകാതെ ഇവിടുന്ന് ഒരു ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വെച്ച് ട്രീറ്റ്മെന്റ് തുടങ്ങിയ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്? നോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളതായി എനിക്ക് തോന്നുന്നില്ല. എന്റെ മെഡിസിൻസ് തന്നെ അപ്പുവിന് എവിടെ പോയാലും കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാങ്കേതികമായി എന്തുമാത്രം ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അപ്പു പോകാൻ ഉദ്ദേശിക്കുന്നത് അധികം ദൂരത്തേക്കൊന്നുമല്ലല്ലോ. മാസത്തിലൊരിക്കലോ മറ്റോ ഇവിടെ വന്നിട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഈ സെയിം ട്രീറ്റ്മെന്റും ഫെസിലിറ്റീസും ഒക്കെ
അവിടെ അവൈലബിൾ ആണല്ലോ. ഇനിയിപ്പോ അപ്പുവിന് വന്നു പോകുന്ന കാര്യത്തിൽ എന്തെങ്കിലും തടസ്സമോ കോംപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ പറ്റിയ ഡോക്ടറെ കണ്ടെത്തി നമുക്ക് കേസ് ഹിസ്റ്ററി ഹാൻഡ് ഓവർ ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇനി ഇതേക്കുറിച്ച് മിസ്റ്റർ പണിക്കർക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാനാണ്. യെസ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം അല്ലേ ഡോക്ടർ? വൈ നോട്ട്? ഇത് കുറച്ച് ഹോർമോൺ ടാബ്ലറ്റ്സ് ആണ്. പിന്നെ 1-2 വൈറ്റമിൻ ടാബ്ലറ്റ്സും ഉണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മെഡിസിൻ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഹോർമോൺ ചേഞ്ചസ് നമ്മളെ 2 രീതിയിൽ ബാധിക്കും. മുമ്പ് പറഞ്ഞതുപോലെ പല ഫിസിക്കൽ ആൻഡ് മെന്റൽ ചേഞ്ചസ് നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതൊക്കെ പേഷ്യന്റിനെ പോലെ അവരുടെ കൂടെയുള്ളവരും തിരിച്ചറിയേണ്ടതാണ്. അതിനെക്കുറിച്ചൊക്കെ അപ്പോ അവെയർ ആണല്ലോ അല്ലേ? ചിലപ്പോ നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും നമ്മൾ ഓവർ റിയാക്ട് ചെയ്തെന്നിരിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടും, സങ്കടപ്പെടും, വല്ലാത്തൊരു ഒറ്റപ്പെടലും ഫീൽ ചെയ്തേക്കാം. അത്തരം മൂഡ് സ്വിംഗ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് എടുത്താൽ മതി. യോഗയോ ബ്രീത്തിങ് എക്സർസൈസോ ഒക്കെ ഒരു പരിധി വരെ അത്തരം ഇമോഷണൽ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. ഓക്കെ, ആദ്യത്തെ 2 ആഴ്ച ഇങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് മെഡിസിൻ ചേഞ്ച് ചെയ്യാം. എന്താ? ശരി ഡോക്ടർ. അപ്പോ ഏതായാലും ഇന്നു മുതൽ മെഡിസിൻ തുടങ്ങുകയില്ലേ? ആദ്യത്തെ കോഴ്സ് കഴിയട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കാം. അതുപോലെ അത് മതിയപ്പോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. ഓക്കെ അപ്പോ ജീവിതത്തിലെ ഒരു സെക്കൻഡ് ഫേസ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പുവിൽ അവശേഷിക്കുന്ന അവസാന പെണ്ണടയാളവും മാറ്റിയെടുക്കാനുള്ള ഈ തുടക്കം ഒരു ഗംഭീര വിജയമാവട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. താങ്ക്സ് എ ലോട്ട്. വെൽക്കം. ഓക്കെ, എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ വിളിച്ചാൽ മതി. ശരി. ശരി. സീ യു. ഈശ്വരന്റെ മനസ്സ് ധ്യാനിച്ച് ഈ മരുന്ന് കഴിച്ചു കൊടുക്കുക. ഡോക്ടർ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ ഒരു പുതിയ സ്റ്റേജ് തുടങ്ങാൻ ഇവിടുന്ന്. അത് ഞങ്ങളുടെ മുന്നിൽ വെച്ചാവാൻ നീ സമ്മതിച്ചല്ലോ. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഈ മെഡിസിൻ എത്ര നാൾ കഴിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്? 2 ആഴ്ച കഴിഞ്ഞ് നേരിൽ കാണാന്നാ ഡോക്ടർ പറഞ്ഞത്. തുടക്കമായതുകൊണ്ട് ഇതൊരു മൈൽഡ് ഡോസ് ആവും. ഇനി അങ്ങോട്ട് ചിലപ്പോ ഡോസേജ് മാറാനും സാധ്യത ഉണ്ടാവും. എന്തായാലും ഇത് തീരുന്നവരെ പുറത്തുനിന്ന് അധികം ചുറ്റിക്കറങ്ങാൻ നടക്കണ്ട. അതിനൊന്നും പ്രശ്നമില്ല VP, ഞാൻ ഓക്കെയാണ്. നീ ഓക്കെയാണ്. എന്തായാലും ഞങ്ങൾക്കൊരു സമാധാനം വേണമല്ലോ, അതാ VP പറഞ്ഞത്. എല്ലാം കറക്റ്റ് സമയത്ത് കഴിച്ചോണേ. എന്തായാലും അപ്പു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, അത് തന്നെ ഒരു സമാധാനം. താൻ നോക്കിക്കുക ഗീത, അപ്പു നമ്മളെ വിട്ട് എങ്ങോട്ടും പോവില്ല, പോകാൻ നമ്മൾ സമ്മതിക്കൂല. അതെങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും VPക്ക്? ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് അപ്പു പറഞ്ഞത് കേട്ടില്ലേ, ആദ്യത്തെ കോഴ്സ് മെഡിസിൻ കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമെന്ന്. അതൊക്കെ അപ്പു ഇപ്പൊ പറയുന്നല്ലേ. ഈ 2 ആഴ്ച കൊണ്ട് നമ്മൾ അപ്പുവിന്റെ മനസ്സ് പൂർണ്ണമായും മാറ്റിയെടുക്കും. പിന്നെ കോഴ്സ് സ്റ്റഡീസൊക്കെ ഇവിടെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. VP അത്രയ്ക്ക് കോൺഫിഡന്റ് ആണോ? യെസ്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അപ്പു മാറുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഈശ്വരനായിട്ട് അങ്ങനെ പറയിക്കുന്നതാവും. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചല്ല കേട്ടോ, VP ഇത്രയെങ്കിലും അപ്പുനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കുമെന്ന്.
ഒന്നും എന്റെ മിടുക്കല്ലടോ. ഈശ്വരനായിട്ട് അങ്ങനെ ചില തീരുമാനങ്ങൾ എന്നെ കൊണ്ട് എടുപ്പിച്ചതാ. ഈശ്വര വിശ്വാസം ഒരുപാട് കൂടിയിരിക്കണു വിപിക്ക്. അതുകൊണ്ട് ഗുണമല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. അതങ്ങനെയാണെങ്കിൽ ഇതാ, അഭയത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞെന്ന് തോന്നുമ്പോൾ മനുഷ്യന് ധൈര്യമായി മുറുകെ പിടിക്കാനുള്ള അവസാനത്തെ വാതിലാണ് ഈശ്വരൻ. അതിപ്പോ സ്വന്തം അനുഭവത്തിൽ നിന്ന് ബോധ്യമായപ്പോ വിശ്വസിക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്പു നമ്മളോടൊപ്പം തന്നെ കാണുന്നു. താൻ നോക്കിക്കോ. ഹലോ മാളു, നീ എന്താ അപ്പൊ എന്നെ വിളിക്കാതിരുന്നത്? ഞാൻ വിളിച്ചിട്ട് നീ കോൾ എടുത്തുമില്ലല്ലോ. ഞാൻ വിപിയോടൊപ്പം ഡോക്ടറെ കാണാൻ പോയിരുന്നു. എന്തു പറ്റി? ഏയ്, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നു മുതൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. ആഹാ, സ്റ്റാർട്ട് ചെയ്തോ? ഫസ്റ്റ് ഡോസ് ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. വെൽ ഡൺ ഡിയർ. അപ്പോ ഐശ്വര്യായിട്ട് ഇന്ന് തന്നെ തുടങ്ങിയല്ലേ? നീ എന്താ വിളിച്ചേ? ഏയ്, ഒന്നുമില്ല. നിന്നെ വല്ലാതെ മിസ് ചെയ്തപ്പോ ഒന്ന് വിളിക്കണം തോന്നി. അപ്പോഴാ നേരത്തെ വിളിച്ചത്. അപ്പൊ നീ എടുത്തതുമില്ല, തിരിച്ചു വിളിച്ചതുമില്ല. അതുകൊണ്ട് വീണ്ടും ഒന്ന് വിളിച്ചു നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ അവിടെ എന്തൊക്കെയാ വിശേഷം? ഇവിടെ എന്ത് വിശേഷം? നല്ല വിശേഷമല്ലേ? എല്ലാരും തകർത്ത് അഭിനയിക്കല്ലേ? ഡോക്ടർ എന്ത് പറയുന്നു? ആളിവിടെ ഇല്ല, ഹോസ്പിറ്റലിലാന്ന് തോന്നുന്നു. എനിക്കറിയില്ല. അപ്പോ ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ. എന്തിനാ? എന്തിനാണെന്നോ? വെറുതെ നിന്നൊന്ന് കാണാൻ. വേണ്ട മാളു, അത് ശരിയാവില്ല. നീ വരണ്ട പ്ലീസ് അപ്പോ. ഞാൻ കുറച്ചു നേരം നിന്റെ അടുത്ത് വന്നിരുന്നോട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ മാളു? നീ ഇത് ചോദിക്കാനാണ് ഇങ്ങോട്ട് വിളിച്ചത്? വേണ്ട. ഇനി ഞാൻ പറയാതെ നീ ഇങ്ങോട്ട് വരണ്ട. എത്തിയോ? ശരി ശരി സാർ. നീ ഇന്നലെ എത്തുമെന്ന് പറഞ്ഞിട്ടോ മുരളി? ഇന്നലെ രാത്രി തന്നെ എത്തുമെന്ന് വിചാരിച്ചതമ്മേ. പക്ഷേ കൊച്ചിയിൽ ഒരാളെ കാണാനുണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും ലേറ്റ് നൈറ്റായി. പിന്നെ രാവിലെയാ തിരിച്ചത്. എന്തായാലും 2-3 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പൊ ആഴ്ച 1-2 ആയില്ലേ? ഇത്രയും വൈകുമെന്ന് ഞാനും കരുതിയില്ല. അതുകൊണ്ടെന്താ, ആ കോൺട്രാക്ട് ഏകദേശം 90% നമുക്ക് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വാ. ഇതെന്ത് കോലോ മുരളിയേട്ടാ? പോയ നാട്ടിൽ ആഹാരമൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ആളാകെ ഒരു കോലോ ആയിട്ടുണ്ട്. അത് ഞാൻ ഫ്രണ്ട്സും ഒത്ത് ടൂറിന് പോയതല്ലല്ലോ ശ്രീമതി. മീറ്റിംഗും ഡിസ്കഷനും ഒക്കെ ആയിട്ട് നിന്ന് തിരിയാൻ സമയമില്ല. ഞാനിവളോട് പറയുകയായിരുന്നു, താൻ ചത്തിങ്ങനെ മീൻ പിടിച്ചിട്ട് കാര്യം എന്താണെന്ന്. അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ളതൊക്കെ ഇവിടുത്തെ ബിസിനസ് കൊണ്ട് കിട്ടുന്നില്ലേ മുരളി? പിന്നെ ഈ നാടും കൂടും വിട്ടിങ്ങനെ അലയുന്ന എന്തിനാ? അങ്ങനെയൊക്കെ അമ്മയ്ക്ക് പറയാം. ബിസിനസ് എന്ന് പറയുമ്പോ കാശുണ്ടാക്കൽ മാത്രമല്ലമ്മേ, ഓരോ ഡീലും നമ്മുടെ ഓരോ കയ്യൊപ്പല്ലേ. അത് പലയിടത്തും ഇങ്ങനെ പതിഞ്ഞിടക്കുന്ന കാണുമ്പോ ഉണ്ടാകുന്ന സന്തോഷം ചെറുതല്ല. നാട് നീളെ കയ്യൊപ്പ് പതിപ്പിച്ച് നടക്കുന്നതിനിടയില് വീട്ടിലെ കാര്യം കൂടി ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിച്ചാ കൊള്ളാം. ഇപ്പൊ തന്നെ മാളുവിനൊരു പ്രശ്നം ഉണ്ടായപ്പോഴേ അതെന്താണെന്നൊന്ന് അന്വേഷിക്കാനോ മറ്റോ. മാളുവിനൊരു പ്രശ്നോ? എന്ത് പ്രശ്നം? അതൊന്നും ഇല്ലെന്നേ. മാളു കുറച്ചു ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ കാര്യം അമ്മ ഉദ്ദേശിച്ചത്. അവൾ ഇവിടെ ഉള്ള കാര്യം ഞാൻ അറിഞ്ഞല്ലോ. അതിലെന്താ പ്രശ്നമുള്ളത്? പ്രശ്നമൊന്നും ഇല്ല മുരളിയേട്ടാ.
അതിന്റെ ഇടയില് ജോബിനും മാളുമായിട്ട് എന്തോ ഒരു സൗന്ദര്യ പിണക്കം. സാരമില്ല, അങ്ങനെ വിഷമിക്കാൻ മാത്രമുള്ള പ്രശ്നമൊന്നുമില്ല. കൊച്ചുങ്ങളല്ലേ മുരളി, ഒന്നും രണ്ടും പറഞ്ഞ എന്തോ ഒരു സൗന്ദര്യ പിണക്കം, അത്രേ ഉള്ളൂ. ആ, അത് പിന്നെ അവര് തമ്മിൽ പതിവുള്ളതല്ലേ. അത്രേ ഉള്ളോ? അമ്മയുടെ പറച്ചിലേട്ടപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. പോയ കാര്യം എന്തായി മുരളിയേട്ടാ? എഗ്രിമെന്റ് ഒരു 90% ഉറപ്പിച്ചിട്ടുണ്ട്. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അവരും കൂടെ പ്രോജക്റ്റ് ഒന്ന് സാങ്ഷൻ ആക്കണം. മടങ്ങുന്നതിന് മുമ്പ് അത് കൺഫേം ചെയ്യാന്ന് വിചാരിച്ചതാ. പക്ഷേ അതിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 1-2 പേര് ഔട്ട് ഓഫ് സ്റ്റേഷനാ. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്താ വരവ് ഇനി ലേറ്റ് ആവുമെന്ന് കരുതി ഞാനിങ്ങ് പോന്നതാ. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു? മുരളിയേട്ടൻ വന്നു കയറി ഉടനെ മാളുവിന്റെ കാര്യം എടുത്തിടാൻ. എന്റെ കൊച്ച, ഞാനതങ്ങ് മറന്നുപോയി. മുരളിയോട് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോ പെട്ടെന്ന് ഞാനത് ഓർത്തില്ല. ആ, സാരമില്ല, ഇനി നീ കൂടുതൽ അവനോട് വിസ്തരിക്കാതിരുന്നാ മതി. ഞാനാണോ വിസ്തരിച്ച്? അമ്മ തന്നെയല്ലേ സംഗതി എടുത്തിട്ടത്. ഇനിയിപ്പോ മുരളിയേട്ടനത് മനസ്സിൽ കൊണ്ടു നടക്കും. എപ്പോഴാ ചോദ്യം ഉണ്ടാവുന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചായ രാവിലെ കഴിച്ചിട്ടാണോ വന്നത്? ഇല്ലെങ്കിൽ ഞാൻ സ്നാക്സ് എന്തെങ്കിലും എടുക്കാം. ഓ വേണ്ട, വരുന്ന വഴി ലൈറ്റായിട്ട് കഴിച്ചു. ലഞ്ച് ഇപ്പൊ റെഡിയാക്കാട്ടോ. അല്ല അശ്വതി, മാളു എന്താ പെട്ടെന്ന് തിരിച്ചു പോയത്? അപ്പുവിന്റെ പ്രോബ്ലം ഒക്കെ സോൾവ് ആയോ? എന്താ? ഇല്ല, ജോബി വന്നപ്പോ അവളും കൂടെ അങ്ങ് പോയിന്നേ ഉള്ളൂ. ആക്ച്വലി എന്തായിരുന്നു ജോബിനും മാളും തമ്മിലുള്ള പ്രശ്നം? സീരിയസ് ആയിട്ടൊന്നും ഇല്ലല്ലോ. എന്താ കാര്യമെന്ന് വെച്ചാൽ തുറന്നു പറ അശ്വതി. മുരളിയേട്ടനോട് ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. സംഗതി എപ്പോഴത്തെയും പോലെ ഒരു സൗന്ദര്യ പിണക്കമൊന്നും അല്ലായിരുന്നു. ഇത്തവണ രണ്ടുപേരും അല്പം സീരിയസ് ആയിട്ട് തന്നെ പിണങ്ങിയതാ. എന്താ കാര്യം? ഓ, അത്ര കാര്യമുള്ള കാര്യമൊന്നുമല്ല. എന്നാ അതിൽ ചില കാര്യങ്ങൾ ഇല്ലാതെ ഇല്ല. താൻ ഇങ്ങനെ കടങ്കഥ പറഞ്ഞു കളിക്കാതെ ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് പറ. ജോബിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറായിട്ട് എന്തോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നോ അവർക്ക് വേണ്ടി എന്തോ ഫേവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ വഴക്കാ. ഒടുവില് കളി കാര്യമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അതേ ചൊല്ലി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കായി പിണക്കമായി. അങ്ങനെയാ മാളു അവിടുന്ന് പിണങ്ങി ഇവിടെ നിന്നത്. ഏതാ പെൺകുട്ടി? ഡോക്ടർ സ്റ്റെല്ലയുടെ ജൂനിയർ ഇല്ലേ, അലീനയെന്നോ അങ്ങനെന്തോ അതിന്റെ പേര്. അലീന? അന്ന് ഞാൻ ജോബിനൊപ്പം കണ്ടവരാന്ന് തോന്നുന്നു. എടാ, ഞാൻ പറഞ്ഞില്ലേ ജോബിനൊപ്പം വർക്ക് ചെയ്തൊരു ഡോക്ടറെ കണ്ട കാര്യം? ആ, എങ്കിൽ ആളത് തന്നെ ആയിരിക്കും. എന്നിട്ട് ജോബിന് അതേക്കുറിച്ച് എന്താ പറഞ്ഞു? എന്തു പറയാൻ, രണ്ടുപേരുടെയും ഭാഷ അറിയാലോ മുരളിയേട്ടന്. എന്നിട്ട് ഒടുവിൽ എങ്ങനെ കോംപ്രമൈസ് ആയത്? അതിനെന്താ, കുറച്ചു ദിവസം പിണങ്ങി പിരിഞ്ഞു നിന്നപ്പോ രണ്ടുപേർക്കും കാണണമെന്ന് തോന്നി. അങ്ങനെ ജോബിൻ വന്നു. രണ്ടുപേരും കുറെ നേരം സംസാരിച്ച് പിണക്കൊക്കെ മാറ്റി അവളങ്ങ് പോവുകയും ചെയ്തു. അപ്പൊ പ്രശ്നം സോൾവ് ആയല്ലോ അല്ലേ? പിന്നല്ലാതെ. എന്നിട്ട് മാളു പിന്നെ വിളിച്ചിരുന്നോ? ആ, മുരളിയേട്ടൻ വരുന്നതിനെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അച്ഛൻ വന്നില്ലേന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ അവര് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലെന്നേ, അവര് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പു എന്തു പറയുന്നു? അപ്പോ ഒരുവിധം ഓക്കെ ആയെന്ന് തോന്നുന്നു. എന്തായാലും താൻ ഇതെന്നെ വിളിച്ച് പറയാഞ്ഞത് കാര്യമായി. അല്ലെങ്കിൽ അവിടുത്തെ ടെൻഷൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ഒരു ഹെഡേക്ക് ആയനെ. എന്തായാലും എല്ലാം സോൾവ് ആയല്ലോ അല്ലേ? സമാധാനം.